ഹായ് ഓൾ, ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നാട്ടിലെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കും പേടിയാവുന്നുണ്ട്. കാരണം ഇപ്പം ചൂട് കൂടുന്ന സമയമായതുകൊണ്ട് പാമ്പിന്റെ ശല്യമൊക്കെ ഒത്തിരിയും വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ജെല്ല് തുറന്നിടുമ്പോഴും കതവ് തുറന്നിടുമ്പോഴും ഒക്കെ ഈ അഴിയാദികളെ വീടിനകത്ത് കയറാൻ വേണ്ടി ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ജെല്ലൊക്കെ തുറന്നിടാന്ന് പറഞ്ഞാൽ കഴിവതും ജെല്ല് തുറന്നിടാതിരിക്കുക. കാരണം തുറന്നിടാതിരിക്കുക എന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ ആവി കൂടുതലാണെങ്കിൽ ആൾക്കാർ ഫാനിലൊന്ന് ഈ ആവി കാറ്റ് നിൽക്കാത്തപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ജെല്ല് തുറന്നിടും. അപ്പൊ ജെല്ല് തുറന്നിടാൻ നേരം ഈ നെറ്റ് കിട്ടുമല്ലോ, ഈ ജനലിന്റെ അവിടെ അടിക്കുന്നത്. അപ്പൊ ആ നെറ്റ് മേടിച്ച് ആ ജനലിന്റെ സൈഡിലൊക്കെ ഒന്ന് അടിക്കുക. ഇപ്പം ജെല്ല് തുറന്നിട്ടുണ്ടെങ്കിൽ അല്ല, കഥവൊക്കെ തുറന്നിടാൻ നേരം കഥവ് തുറന്ന് കഴിവതും തുറന്നിടാതിരിക്കുക. അപ്പം തുറന്നിടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മുതിർന്ന ആൾക്കാരൊക്കെ അവിടെ ആ തിണ്ണയ്ക്കായാലും എല്ലാം അവിടെ ആയാലും ഈ തുറന്നിടുന്ന സമയത്ത് അവിടെ വേണം. കാരണം കുട്ടികളൊക്കെ പെരക്കകത്തുള്ളപ്പോൾ ഈ അഴിയാദികളൊക്കെ പെരക്കകത്ത് കയറി വന്നാൽ നമുക്ക് അറിയത്തില്ല ഇതിലേക്ക് ഇത് കയറി പോകാൻ. ഇത്രയുള്ള നൂല് പോലുള്ള വടത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കയറി പോകും, നമുക്കറിയത്തില്ല. കട്ടിലിന്റെ തലവണ അടിയിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ കയറി കിടന്നാൽ നമുക്കറിയത്തില്ല. അപ്പം പിള്ളേർക്കാണെന്ന് പറഞ്ഞാൽ അവർക്കും ഒട്ടും അറിയത്തില്ല. ഇതൊക്കെ എവിടെയും കയറി കടിച്ചെന്ന് പറഞ്ഞാൽ പോലും പിള്ളേർക്ക് എന്തെങ്കിലും വല്ലതും കാലെ കൊണ്ടതായിരിക്കും കരുതി അവർ നടക്കും. അപ്പം കഴിവതും ആൾക്കാരെ കൂടുതലും ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കഴിവതും ശ്രദ്ധിക്കണം. കാരണം പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ആ നെറ്റ് മേടിച്ചിട്ട് അകത്തുനിന്ന് മേടിച്ച് ഇങ്ങനെ അടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, സൗകര്യം ഉണ്ടല്ലോ. കാരണം അങ്ങനെ ചെയ്തു വെക്കുക. പിന്നെ നമുക്ക് കുറ്റിയും കൊളുത്തും ആ തുറക്കേണ്ട സംഭവം മാത്രമേ ചെറിയ ഹോളിട്ട് തുറക്കാൻ വേണ്ടി സൗകര്യം വല്ലതും വെക്കുക. പിന്നെ അത് അവിടെയും ആ ഹോളും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മറയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ വെക്കണം. കാരണം ഇപ്പോഴും കൊച്ചു പിള്ളേരെയും ഒക്കെ കടിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഒത്തിരിയും ശ്രദ്ധിക്കണം. പിന്നെ ഈ പുറത്തൂടെ നമ്മൾ ഇറങ്ങി നടക്കുന്നവരും നമ്മൾ പെരക്കകത്ത് തന്നെ ഇരിക്കുന്നവരുടെ കാര്യമല്ല, പുറത്തുനിന്ന് ഇറങ്ങി നടക്കുമ്പോഴും കരിയിലേക്ക് അടിയിലൊക്കെ ഇതൊക്കെ ഈ പൊത്തിനകത്ത് നോക്കി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കിടക്കും. ഈ ചൂടായതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൊള്ളാൻ വേണ്ടി പുറത്തെടുക്കും. അപ്പൊ നമ്മളൊക്കെ കയറി ചവിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ പറമ്പിൽ കൂടെ നടക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞാൽ അനക്കി 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 നടക്കുക. അപ്പൊ ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം വെച്ച് ഒരു ഐഡിയ വെച്ച് ഞാൻ പറയുന്നത്, കാരണം വല്ല കമ്പോ വല്ലൊക്കെ വെച്ച് കരിയിലേക്ക് ഒന്ന് അനക്കി 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 ഒന്ന് നടക്കുക. അല്ലാതെ പെട്ടെന്ന് അങ്ങ് കരിയുടെ മണ്ടയിൽ കൂടി ചവിട്ടി കയറി പോയിട്ട് അതിന് മണ്ടയ്ക്ക് കയറി ചവിട്ടാനുള്ള സാഹചര്യം കഴിവതും ചെയ്യില്ല, ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു വടിയോ വല്ലതും എടുത്ത് അനക്കി പോകുക. അപ്പൊ മുമ്പിൽ നിന്ന് എഴുതി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പൊക്കോളും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കണം. കാരണം നമ്മള് ഇപ്പോഴും ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോഴും അവിടെ പാമ്പ് കടിച്ചു ഇവിടെ പാമ്പ് കടിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം കൂടുതലും ഞാനിപ്പം ഈ വീഡിയോസ് ചെയ്യുമ്പോൾ എത്ര പേരിലോട്ട് ഷെയർ ആയി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇത് ചെറിയ ചാനലാണ്. അപ്പം എൻ്റെ ചാനലിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് കാണുവാണെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ച് ഒരു അവയർനെസ് പോലെ പറയട്ടെന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഒന്ന് വീട്ടിൽ വീഡിയോക്കകത്ത് ഇടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പിന്നെ എന്തുവാ ഈ ജനലിന്റെ സൈഡിലും അവിടേക്കുള്ള ഈ കമ്പും കോലും ചെടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിവതും വെട്ടി നിർത്തുക. കാരണം എന്തിനാ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ജനലിന്റെ സൈഡിലെല്ലാം കൂടെ വെച്ച് ഇതെല്ലാം കൂടെ കാട് പോലെ പടം പോലെ കയറിയിരിക്കുന്നിട്ട് അതിൻ്റെ അകത്തൂടെ ഇഴയാദികൾ കയറി വന്നാൽ നമുക്ക് കാണത്തില്ല. കൊച്ചു പാമ്പുകൾ ഇപ്പം എന്താ ഓരോ ഓരോ വലിയ പാമ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. കുഞ്ഞു പാമ്പുകളൊക്കെ കയറി വന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള ജനലിന്റെ സൈഡിലുള്ള ഈ ചെടികളും മരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും അങ്ങ് വെട്ടി നിർത്തുക. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇന്നടത്താണല്ലോ സംഭവിച്ചത്, ഇവിടെ സംഭവിക്കത്തില്ലല്ലോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, വെട്ടണ്ട, അങ്ങനെ കരുതി നിൽക്കല്ലേ. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. കാരണം കഴിവതും തിണ്ണയൊക്കെ തുറന്നിടാൻ നേരം ഒക്കെ ഒരു ആൾക്കാരെ മുതിർന്നവരെ അവിടെ ഉണ്ടായിരിക്കണം. കാരണം അവരെ കയറി പോകുന്നതിന് കഥ അടച്ചിട്ടേ പോകാവൂ. അവരെങ്ങോട്ടും അത്യാവശ്യം കയറി പോകുന്നതിന് കഥ തുറന്നിട്ട് പോകില്ലേ. വല്ല എഴുതിയാതെ വല്ല കയറി നമുക്ക് അറിയത്തില്ല. ഇത് നിമിഷം കൊണ്ടൊക്കെ ആയിരിക്കും സ്റ്റെപ്പേ കൂടെ കയറി പെട്ടെന്ന് പോകുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. അപ്പം ജനലൊക്കെ കൂടുതലും തുറക്കാതിരിക്കുക. അല്ല തുറക്കുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നെറ്റൊക്കെ മിക്കടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ നെറ്റൊക്കെ മേടിച്ചടിക്കുന്നതായിട്ട്. കാരണം ഒന്നും എഴയാതെകൾ കയറി വരാതെ ഇരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി ഒക്കെ ചെയ്യുക. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിയുമ്പം നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലും ശ്രമിക്കുക. പിന്നെ കഴിവതും മരങ്ങളും ചെടികളും ഒക്കെ ഈ ജനലിലൂടെ ഉണ്ടെല്ലാം വെട്ടിക്കളയുക. പിന്നെ വീടിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ വീടിന്റെ ഈ തൊട്ട് മുമ്പിൽ ചെടിച്ചട്ടികൾ നിരത്തി വെക്കും. ഈ ചെടിച്ചട്ടികളൊക്കെ നിരത്തി വെക്കാൻ നേരം അതിന്റെ അടിയിലൊക്കെ ചിലപ്പോൾ ചുരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കും, നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ അതിനകത്ത് ചിലപ്പം വെള്ളം ഒഴിക്കാൻ നേരം അങ്ങോട്ട് പോകുന്നതിന്റെ ആയിരിക്കും
നമുക്കിട്ട് കടിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ വീട്ടിലും ചെടിയൊക്കെ ഉള്ളപ്പോൾ ഞാൻ അവിടെ എല്ലാം വിളിച്ചു പറയാം, ചെടിയുടെ അവിടെ പരിസരം വൃത്തിയാക്കണം, അല്ലെങ്കിൽ കാട് പിടിച്ചുള്ള കിടത്തില്ല. കാരണം നമുക്കറിയത്തില്ല, ചെടിയെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു, അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നായിരിക്കും സ്റ്റെപ്പിന്റെ സൈഡിലൊക്കെ ചെടി വെക്കുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പൊ ആ സൈഡിലൊക്കെ ഇരിക്കാൻ നേരം പെട്ടെന്നായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണു തെറ്റുമ്പോഴേക്കും പെട്ടെന്ന് കയറി പെരക്കകത്തോട്ട് കയറി പോകുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാത്തപ്പോൾ ഉറക്കത്തിലായിരിക്കും നമ്മളെ കയറി കടിക്കാനുള്ള സാഹചര്യം കൂടുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഇപ്പൊ ഞാനൊരു ചെറിയൊരു അവയർനെസ് പോലെ ഞാൻ പെട്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു ഇതിലേക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പൊ അവര് കാണുമ്പോൾ അവരും വീട്ടിലോട്ടൊക്കെ വിളിച്ച് പറയണം. കാരണം പുറത്ത് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അമ്മ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കണം, പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കാരണം കാട് പിടിച്ചു കിടക്കല്, ഇതൊക്കെ കയറി പെട്ടെന്ന് തണുപ്പ് പറ്റി കയറി കിടക്കും, നമുക്ക് കാണത്തില്ല. ഈ കൂടുതലും കറുത്ത രീതിയിലുള്ള പാമ്പുകൾ, മിക്കതും കരിയിലക്കൊണ്ടുള്ള പാമ്പുകളൊക്കെ നമുക്കൊന്നും കാണത്തില്ല. ഇതൊക്കെ എവിടെയൊക്കെ കിടക്കുന്നത് കയറി ചവിട്ടി കഴിയുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ, ചവിട്ടി കഴിയുമ്പോൾ എന്തോ ഏതി ചവിട്ടി എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാം പരിസരം എല്ലാം വൃത്തിയാക്കി ഇടുക. ഇനിയെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം ദൈവത്തിന് പ്രാർത്ഥിക്കാം. എല്ലാവരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കി, ഇങ്ങനെ കാടും പടപ്പൊക്കെ ഉള്ളതൊക്കെ ജനലിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി, അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കയറി വരാതെ. കാരണം പള്ളി നൂലൊക്കെ കിടക്കുമ്പോൾ പെട്ടെന്ന് ജനലിനകത്തോട് ഇത് കയറി വരും. കയറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇപ്പൊ മുറിക്കകത്തോട്ട് കയറി പോയി കഴിഞ്ഞാല് കയറി പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ കയറി പോയത് പോലും അറിയത്തില്ല. നമ്മൾ കയറിയെന്ന് പോലും നമ്മൾ കാണത്തില്ല. കാരണം ഇത് എവിടെയെങ്കിലും കോണിക്ക് അങ്ങ് ചുരുട് കൂടി അങ്ങ് ഇരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒത്തിരിയും ഈ വിഷമുള്ള ജീവികളെ ഒത്തിരി പേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കാലം എന്തെങ്കിലും കടിച്ചെന്ന് പറഞ്ഞാൽ പോലും അവർ ചിലപ്പം എന്തെങ്കിലും കൊണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവരങ്ങ് തട്ടിമുട്ടി മാറ്റും. പിന്നെ അവർക്ക് ഒരു വയ്യാഴിയോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും അന്നേരം നമുക്ക് പിടികിട്ടത്തില്ല, എന്തെങ്കിലും അസുഖമായിരിക്കും, പനിയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കൊച്ചിന് വയ്യ പിന്നൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ സമയം കഴിയുമ്പോഴായിരിക്കും ഇന്ന ആയിരുന്നില്ല സംഭവം നമുക്കറിയുന്നത്. അപ്പം മാതാപിതാക്കൾ കൂടുതലും കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കുക. എനിക്കും പിള്ളേരെ 2 പേരുള്ളവരാണ്. അപ്പം ഒത്തിരി ശ്രദ്ധിക്കുക പിള്ളേരുകളെ. അപ്പം മുതിർന്നവര് കൂടുതൽ കൊച്ചു പിള്ളേരെ ശ്രദ്ധിക്കുക. മുത്തച്ഛനായിക്കോട്ടെ, മുത്തച്ഛി ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എല്ലാവരും ഒരു കരുതലായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുവാണ്. കഴിവതും ഈ വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ചാനലാണ്, ഇന്നത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ആയിട്ട്. അപ്പം അപ്പൊ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കെങ്കിലും ഒരു അവയർനെസ് ആയിട്ട് കിട്ടട്ടെ ഞാൻ ഇപ്പൊ ഇത് ചെയ്തത്. അപ്പം ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അതൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം കൂടുതലും നല്ല പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ രാത്രി കാലങ്ങളിലൊക്കെ റോഡിൽ കൂടെ നടക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കുന്നതായിട്ടുണ്ട്. ലൈറ്റ് വല്ല കൊച്ചുകളൊക്കെ നടക്കാവും, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ കയറി ചവിട്ടിയാൽ കടി കിട്ടും. പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ മുറ്റത്തൊക്കെ ലൈറ്റ് ബൾബൊക്കെ ഇടണം. അല്ലെങ്കിൽ എന്തുവാ പെട്ടെന്ന് ഇപ്പൊ എല്ലാം തറയോടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കറുത്ത ഓടുകളൊക്കെ എന്ന് പറയും. ഇതൊക്കെ ചുരുള് കൊടുത്ത മുമ്പിൽ കിടന്നാൽ തന്നെ നമുക്ക് കാണത്തില്ല, അതിനൊക്കെ ഒരു ചവിട്ടുക. അപ്പൊ ഇച്ചിരി വെളിച്ചവും പ്രകാശവും ഒക്കെ മുറ്റത്തൊക്കെ ഒന്ന് ഇടേണ്ടതായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വണ്ടിയെ പോകുമ്പോഴും അല്ല സ്കൂട്ടർ പോകുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മളിപ്പോ സൈഡിലൊക്കെ ഇങ്ങനെ സൈഡിൽ മൊബൈലൊക്കെ വിളിക്കാൻ നേരം ഒക്കെ നമ്മൾ സൈഡിലൊക്കെ നിർത്തുമല്ലോ. അപ്പൊ ഇതൊന്നും കുറെ കാട്ടിക്കൊണ്ടൊന്നും നിർത്തി കാലിലും വെക്കല് വരം കയറി കടിച്ചറിയില്ല. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്റേതായുള്ള ചെറിയൊരു അറിവ് വെച്ച് ഞാനിങ്ങനെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്കറിയത്തില്ല എന്തൊക്കെ കടിച്ചെന്നോ കാര്യങ്ങളോ, അവർക്കെന്നല്ല വലിയവർക്കും അറിയത്തില്ല. എന്തെങ്കിലും ചില സംഭവങ്ങൾ എന്തെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പരിസരങ്ങളൊക്കെ കൂടുതലും കഴിവതും വൃത്തിയായിട്ടൊക്കെ തന്നെ സൂക്ഷിക്കുക. അപ്പം ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.